നിനക്ക് ഷേളിനെ കുറിച്ച് അറിയോ? എനിക്കോ? എല്ലാവർക്കും മനസ്സിലായി സർ. എനിവേസ് നിന്റെ ആ ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കും. ഒന്നും കിട്ടിയില്ല സർ. ആ ലെഫ്റ്റ് വിങ്ങിന് ലൈറ്റ് ഇല്ലായിരുന്നു, പവർ കട്ടായിരുന്നു. ആ കറണ്ടിന് പോകാൻ കണ്ട സമയം ഒന്നും കിട്ടിയില്ല. എത്ര ആഗ്രഹിച്ച CCTV ഫുട്ടേജ് കാണാൻ പോയത്, ഒന്നും കിട്ടിയില്ല. What the hell yaar? ഇതെല്ലാം നമുക്ക് മാത്രം എന്താ സംഭവിക്കുന്നേ? നീ ഒരു കാര്യം പറയും. ഈ പ്രീതി എന്തിനാ ഇപ്പൊ അവിടേക്ക് പോയത്? ആ ഷേളിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഷേളിനും അറിഞ്ഞു കാണും പ്രീതിക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാവുന്ന. അവൾ അലേർട്ട് ആവുന്നേ. നിന്റെ ചേച്ചിയാണെങ്കിൽ 1 നമ്പർ ഡംബോയാ. ഞാൻ ഇവിടെ ജയിലിൽ, അവളെ ഹെൽപ്പ് ചെയ്യാനും കഴിയില്ല. ഞാൻ ഇല്ലാണ്ട് എങ്ങനെയാ അവൾ ഇതൊക്കെ ചെയ്യുന്നത്? വെറും മന്ദബുദ്ധി പെണ്ണാ അവള്. ഗേൾ ഫ്രണ്ട്സ് നമ്മൾ പറയുന്നത് എപ്പോഴാ കേൾക്കാ സാറേ? നിന്നോട് ഞാൻ പറഞ്ഞു അവളെ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. സാർ, ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ കണ്ണുകൾ നോക്കിയാൽ അവ കാതുകളേക്കാൾ പവർഫുൾ ആണ്. അതൊന്നും ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട നീ കാര്യമില്ല. വായടച്ച് സ്വന്തം കാര്യം നോക്ക. നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോ. സൃഷ്ടി, പ്രീതി ഇപ്പൊ എവിടെയാ? എവിടെ പോവാനാ സർ? വീട്ടിൽ തന്നെ ഉണ്ടാവും. And I'm sure അമ്മ ഇപ്പൊ ചേച്ചിക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അമ്മയ്ക്കും തോന്നിക്കാണും സർ ജയിലിലായത് ചേച്ചി കാരണമാന്ന്. ആ കവിത മേഡം കുറെ ചീത്ത പറഞ്ഞു. ഇപ്പൊ അമ്മയും പറയുന്നുണ്ടാവും ചേച്ചിയെ. എത്ര വിഷമമായിട്ടുണ്ടാവും ചേച്ചിക്ക്. ഓ ഗോഡ്, ഞാനിവിടെ ജയിലില്ല. അവിടെ പ്രീതി എല്ലാവരും ശരിയാക്ക. എനിക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇനി എന്താ ചെയ്യാ? എന്തൊരു കഷ്ടം ഇത്. വരൂ മാഡം, ഒരുപാട് സമയമായി. ഇവിടെ എന്താ ഡിസ്കഷൻ ആണോ നടക്കുന്നത്? Am I having a conversation? സൃഷ്ടി, നീ വീട്ടിൽ പൊയ്ക്കോ. ഇവിടുത്തെ അവസ്ഥ അത്ര ശരിയല്ല. ഇവിടെ എല്ലാരും ഇരിക്കല്ലേ. നീ ചെല്ല. വന്നോ വരുവാ. എന്തു പറ്റി സാറല്ലേ? കൊറേ സമയല്ലോ ഫോണിൽ. എന്ത് പറഞ്ഞവര്? ഒന്നുമില്ലമ്മേ. അമ്മയ്ക്കോ കവിതയെ കുറിച്ച് അറിയാലോ. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടില്ല. അതിന്റെ ഇടയിലാ പ്രീത അതാ പറഞ്ഞോണ്ടിരുന്നേ. അത് വിട്. ഇത് പറ, ആ CCTV ക്യാമറയിലെ വിഷ്വൽ നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം അവര് പറഞ്ഞത് ശരിയല്ലേ അമ്മേ? അമ്മേ, CCTV ഫുട്ടേജ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞാനതറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? ആ നമ്പ്യാർ വീട്ടിൽ ആരും തന്നെ നിന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ നിന്റെ അമ്മയാ. ഞാൻ നിന്നെ വിശ്വസിച്ചു. കാരണം എനിക്കറിയായിരുന്നു നീ ഒരിക്കലും കള്ളം പറയില്ലെന്ന്. കാരണം ഈ രീതിയിൽ എന്ത് അത്യാവശ്യമായിരുന്നു പ്രീത നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്ത് അത്യാവശ്യമായിരുന്നു? സരളെ, നീ എന്തിനാ ഇവളെ പഴിചാരുന്നേ? നമുക്കെല്ലാം അറിയാം ഷെർലിൻ എത്തരത്തിലുള്ള പെണ്ണാണെന്ന്. അതിന് ഇവളെന്ത് പിഴച്ചു? ഇവളുടെ തെറ്റ്. എനിക്കറിയാം ഷെർലിൻ വളരെ മോശം പെണ്ണാണെന്ന്. വളരെ മോശമാണ്. പക്ഷേ മോളെ, ഷെർലിൻ മോശമാണെന്ന് നീ അറിഞ്ഞ അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും അത് പറയേണ്ടതല്ലേ? എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കേണ്ടതല്ലേ? നീ എല്ലാം സ്വയം അങ്ങ് ചെയ്തു. ഞാൻ രോഹിതിനോട് സംസാരിച്ചേനെ, ഞാൻ അവനെ മനസ്സിലാക്കിച്ചേനെ. പക്ഷെ നീ എല്ലാം സ്വയം അങ്ങ് ഏറ്റെടുത്ത് ചെയ്തു. അമ്മ, ഞാൻ ഷെർലിൻ അവിടെ നേരെ കണ്ടത് അമ്മയോട് പറയാൻ പറ്റില്ല. കാരണം അമ്മയെ ടെൻഷൻ അടിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ടെൻഷനായില്ലേ? നീ ഡോക്ടറാണ്, അല്ലാതെ CID അല്ല. CID പണി ചെയ്ത് എല്ലാവരുടെയും തെറ്റുകൾ കണ്ടെത്താൻ. നിന്റെ ഈ പ്രവൃത്തി കാരണം എത്ര വലിയ തെറ്റാ സംഭവിച്ചത് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ടെൻഷൻ അടിച്ച് എന്റെ ആരോഗ്യം നശിക്കൂ. പക്ഷെ കിരൺ, അവൻ ഇന്ന് ജയിലില്ല. എപ്പോഴും അവൻ സഹായിച്ചിട്ടേ ഉള്ളൂ. നീയല്ലേ അവനെ വിളിച്ചത്. നീ വിളിച്ചിട്ട് അവൻ അവിടെ വന്നത്. പക്ഷെ അവൻ നീ കാരണം ജയിലില്ല പ്രീത. നീ കാരണം. നീ കുറച്ചെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രീത? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള നീ ഒരു ബുദ്ധിശാലിയാണെന്നാ. സൃഷ്ടി കുഞ്ഞാണ്, അവക്ക് അബദ്ധം പറ്റാം. പക്ഷെ നീ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നിനക്കറിയാലോ കിരൺ ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടവനായിരുന്നു. അവൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടവനായിരുന്നു. അവനത് ജയിലില്ല. എത്ര നല്ല. അവന്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും? അവന്റെ കരിയർ നശിച്ചില്ലേ? ഇല്ല, നീ കാരണം. നീ ഒരൊറ്റ കാരണം. നിന്റെ തെറ്റ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാം തെറ്റായി അവന് ഭവിച്ചു. അവൻ നിന്റെ സൗഹൃദം മാനിച്ചു. പക്ഷെ നീ ആ സൗഹൃദം മാനിച്ചില്ല. നീ ആ തെറ്റുകാരി. നീ മാത്രം തെറ്റുകാരി. അവൻ ഇന്ന് ജയിലിലായത് നീ ഒരാൾ കാരണമാണ്. സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്ക. എന്റെ ദേഹത്ത് തൊട്ടുപോരുത്.
ആ കവിതയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് എന്റെ തല പെരുക്കുക. ഞാൻ അകത്ത് പോയിട്ടൊന്ന് ആലോചിക്കട്ടെ. അവൻ നമ്മുടെ വീടിനായിട്ട് എന്തൊക്കെ ചെയ്തു, എന്റെ മകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്നിട്ട് തിരിച്ചു കിട്ടിയത്. ഇന്ന് ആ കവിത പറഞ്ഞത് കേട്ടപ്പോ അതിൽ ഒരു കാര്യം മാത്രം ശരിയായിരുന്നു. ഇന്ന് കിരണിന്റെ ഈ അവസ്ഥയ്ക്ക് നീയാണ് കാരണക്കാരി. നീ മാത്രമാണ്, നീ മാത്രം. മുത്തശ്ശി, ഞാൻ കാരണം എല്ലാരും പ്രശ്നത്തിലായി. ഞാൻ എല്ലാവരെയും പ്രശ്നത്തിലാക്കി. എല്ലാം എന്റെ തെറ്റാണ്. മതി മോളെ, ഇനി കരയണ്ട. ഈ ലഡ്ഡു നിന്റെ അമ്മ കിരണിന് വേണ്ടി ഉണ്ടാക്കിയതാ. പോയി അവന് കൊണ്ടു കൊടുക്ക്. എല്ലാം ശരിയാവും. മുറിയിൽ വെട്ടമില്ലല്ലോ. അവനല്ലേ ആദ്യം എത്തുമെന്ന് പറഞ്ഞത്. ബേബി, ഐ എം സോ പ്രൗഡ് ഓഫ് യു. നീ ആ നമ്പ്യാർ വീട്ടിൽ ചെയ്ത ആക്ടിംഗ് ഉണ്ടല്ലോ, ആ പ്രീതയെ തകർത്ത് തരിപ്പണമാക്കി. ഐ ലവ് യു ഈവൻ മോർ നൗ. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ബട്ട് ബേബി, ഇതൊക്കെ നിന്റെ സപ്പോർട്ട് ഇല്ലാതെ പോസിബിൾ ആവുകയില്ലായിരുന്നു. ഐ മീൻ ടു സേ, ഞാൻ എത്ര പേടിച്ചെന്നോ. എനിക്ക് തോന്നി ആ ഗെയിം ഇസ് ഓവർ. പ്രീത എന്നെ എല്ലാവരുടെ മുന്നിൽ തെറ്റിദ്ധരിയാക്കുമെന്ന്. ബട്ട് ടെൽ മീ വൺ തിങ്, നീ ഇതൊക്കെ എങ്ങനെയാ ചെയ്തത്? ഐ മീൻ ടു സേ, നിനക്ക് ഈ CCTV ഫുട്ടേജ് എവിടെ നിന്ന് കിട്ടി? അല്ല, നീ എന്നോട് ഫോണിൽ പറഞ്ഞത് അവര് നിന്നെ ക്ലബിൽ നിന്ന് പുറത്താക്കിയെന്നല്ലേ? ബേബി, ഈ ലോകം ഉണ്ടല്ലോ, ലോകം തല കുനിക്കും. പക്ഷെ ചെയ്യാൻ അറിയാവുന്നവർ വേണം. അതുപോലെ ആ മണ്ടന്മാരാക്കുന്നവർ തന്നെ വേണം. എന്നുവെച്ചാ ഇതാണ്, എപ്പോഴാണ് ആ ക്ലബിലെ 2 ഡ്യൂക്കിലെ സെക്യൂരിറ്റിമാർ എന്നെ തല്ലി ചതച്ച് അപമാനിച്ച് പുറത്താക്കിയത്, അപ്പോ തന്നെ ഞാൻ എന്റെ ഈഗോ സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ആ CCTV കാരനോട് പോയി മാപ്പ് ചോദിച്ചു. നിങ്ങളിൽ നിന്ന് അത്തരം ഒരു സാധനം ഫ്രീ ആയി കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. അതിന് വിലയുണ്ടായിരുന്നു. പക്ഷെ ചേട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു അതിന്റെ വില എത്രയാണെന്ന്. ഇനി നിങ്ങൾ തന്നെ പറയും അതിന് എത്ര രൂപ വേണമെന്ന്. അപ്പോ അവൻ നിനക്ക് ഫുട്ടേജ് തന്നു? ബേബി, പണം ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ്. പണത്തിന്റെ ശക്തിക്ക് മുന്നിൽ മറ്റെല്ലാ സാധനത്തിന്റെയും മൂല്യമേടി. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ജോലിക്ക് അവർ പണം നൽകിയാൽ അവർ ഒരിക്കലും എതിർക്കില്ല. അങ്ങനെ എതിർക്കുന്നെങ്കിൽ അവനൊരു മണ്ടനായിരിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവന്റെ മുഖത്തേക്ക് ഇരട്ടി പണം എറിഞ്ഞാ മതി. ചെറിയൊരു കള്ളം പറയാനായി ആ സാധാ സെക്യൂരിറ്റി എന്തിനാ എതിർക്കുന്നത്? അതൊക്കെ ശരി. ബെൽ, ഇപ്പൊ ആരാ വന്നത്? അത് ഷാംപെയിൻ. ഞാൻ ഷാംപെയിൻ പറഞ്ഞിരുന്നു. ആഘോഷിക്കേണ്ടത് തന്നെയല്ലേ? Isn't it? I love champagne and I can't wait to celebrate with you. ഞാൻ പോയി കൊണ്ടുവരാം. ഓക്കെ. താൻ പുറത്തേക്ക് മറ്റേ പോകണം. അത് ആക്ച്വലി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ. അത് കാരണം വീണ്ടും വീണ്ടും നേരത്തെ കാര്യങ്ങൾ എന്നെ അപ്സെറ്റ് ആക്കി. അപ്പൊ തോന്നി ഒന്ന് പുറത്തു പോകാന്ന്. ഫ്രഷ് എയറിൽ ഐ ഫീൽ ബെറ്റർ. ദാറ്റ്സ് ഇറ്റ്. ഷെർലിൻ മോളെ, എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. നീ ചിലപ്പോ ഞങ്ങളോട് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അതാ വീട്ടിനകത്തേക്ക് ക്ഷണിക്കാത്തത്. Am I right? ഇല്ല ആന്റി, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്റെ സ്വന്തമല്ലേ. നിങ്ങളോട് എന്തിനാ ദേഷ്യം? അകത്തേക്ക് വരൂ.
ഓ ഗോഡ്, എന്റെ ഫോൺ എന്റെ കയ്യിലില്ലല്ലോ. അല്ലെങ്കിൽ പൃഥ്വിക്ക് ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു ഇവര് വന്നിട്ടുണ്ടെന്ന്. അവൻ എന്തെങ്കിലും സംസാരിച്ച അല്ലെങ്കിൽ പുറത്തു വന്ന എന്റെ കാര്യം തീർന്നു. ഈ ഷെർലിൻ ബേബി എന്താ ഇത്രയും വൈകുന്നേ? എത്ര നേരമായി പോയിട്ട്? ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയി നോക്കാം ഷാമ്പയിൻ വന്നോ ഇല്ലയോ എന്ന്. ഈ രോഹിത് രാധിക എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇവറ്റകൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും ഞങ്ങളുടെ മനസമാധാനം കെടുത്താൻ കയറി വരും. മോളെ ഷെർലിൻ, എനിക്കറിയാം ഇന്ന് ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് നിനക്ക് ആശ്ചര്യമുണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ഇന്നിവിടെ വന്നതിന് മറ്റൊരു കാര്യമുണ്ട് മോളെ. അതെന്താന്ന് വെച്ചാൽ നിന്നൊരു ക്ഷമ ചോദിക്കുക. ഇന്ന് നീ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിനക്ക് നേരെ ഉണ്ടായ സംഭവങ്ങൾക്ക് റിയലി സോറി. എന്റെ പേരിലും എന്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ പേരിലും വി ആർ സോറി മോളെ. ഞങ്ങളോട് ക്ഷമിക്കേ. കുഴപ്പമില്ല. എന്ത് സംഭവിച്ചോ അത് മനഃപൂർവ്വം ആയിരുന്നില്ല. അതിങ്ങനെ അങ്ങ് ആ സമയത്ത് സംഭവിച്ചു പോവായിരുന്നു. ആന്റി പ്ലീസ്, ആന്റി ആ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. അത് ശരിയാണ്, ആ കാര്യങ്ങളൊക്കെ കേട്ട് എന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞിരുന്നു. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് നേരെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മളൊരു കുടുംബമാണ്. പിന്നെ കുടുംബത്തിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ പുറത്തുള്ളവരുടെ വാക്ക് കേൾക്കും അല്ലേ? എനിക്ക് നേരെ പ്രീതിയാണ് ആരോപണം ഉയർത്തിയത്. ആ വാക്കുകളാണ് എന്നെ വേദനിപ്പിച്ചത്. അതിന് ആന്റി എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് രോഹിതേട്ടനോട് ചെറുതായി ദേഷ്യം തോന്നിയായിരുന്നു. കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അവരുടെ ഭർത്താവ് അവരെ വിശ്വസിക്കണമെന്ന്. ഗുഡ് ഗോയിങ് ബേബി, ഗുഡ് ഗോയിങ്. എല്ലാം ശരിയായിട്ട് തന്നെയാ പോകുന്നത്. പക്ഷേ ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സത്യം എന്താണെന്ന് തെളിഞ്ഞല്ലോ. താങ്ക് ഗോഡ് നിങ്ങൾ ആ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? രോഹിത്, സോറി. ഫാന്റാസ്റ്റിക്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവർക്ക് ഇക്കാര്യം ബോധ്യമാവണം. പ്രീത രോഹിത്തിനെയും എന്നെയും വേർപിരിക്കാൻ നോക്കുകയാണെന്ന്. ഐ ആം സോ സോറി. നിങ്ങൾ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. മതിയാക്കു മോനെ, വീട്ടിലല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഏറെയുണ്ട്. ഡോർ ബെല്ലടിക്കുന്നുണ്ട്, പോയി ആരാ നോക്ക്. ചിലപ്പോ ഷെർലിന്റെ അമ്മയായിരിക്കും. ഹലോ സർ, സാറിന്റെ ഓർഡർ ഷാമ്പയിൻ ബോട്ടിൽ. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ. ഷാമ്പയിനൊക്കെ സെലിബ്രേഷന് വേണ്ടിയുള്ളതാണല്ലോ. പക്ഷെ അങ്ങനെ ഷാമ്പയിൻ ഓർഡർ ചെയ്യും വിധം ഷെർലിൻ എന്ത് സെലിബ്രേഷനാ ഉള്ളേ? നിങ്ങളുടെ അമ്മയുണ്ടല്ലോ കവിത മാഡം, സാറിന് അറിയോ അവരെന്റെ ചേച്ചിയാ കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് സാർ ഈ ജയിലിൽ കിടക്കാൻ കാരണം എന്റെ ചേച്ചിയാണെന്ന്. അത് മാത്രമല്ല എന്തൊക്കെ പറഞ്ഞെന്നറിയോ എന്റെ ചേച്ചിയെ. ഞാൻ കാരണമാ പാവം പ്രീതി പ്രശ്നത്തിൽ പെട്ടുപോയത്. ഞാൻ അറസ്റ്റിലായതും എന്റെ അശ്രദ്ധ കാരണമാ. ഐ മീൻ, ഞാൻ അറിഞ്ഞതേ ഇല്ല ആരും എന്റെ പോക്കറ്റിലും ഡ്രഗ് കൊണ്ടുവച്ചത്. ഹൗ സ്റ്റുപ്പിഡ് ഓഫ് മീ. തെറ്റ് എന്റേതും പഴി ചുമത്തിയിരിക്കുന്നത് പാവം പ്രീതയ്ക്കും. ആ ഷേർലിൻ ഉണ്ടല്ലോ, അവള് സൂത്രശാലിയാ. അവൻ പ്രീതയെ പെടുത്തിയിരിക്കുന്നേ. ഇതൊന്നും പ്രീത ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാ? ഷേർലിനാണെങ്കിൽ പ്രീതയുടെ നേർക്ക് തിരിഞ്ഞിരിക്കുക. അവളെ കുടുക്കി കളഞ്ഞു. ഞാൻ പുറത്തായിരുന്നെങ്കിൽ അവളോട് പറയായിരുന്നു
ശരിക്കും ഞാൻ ആരാണെന്ന്. സർ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ? പറയ. സാറിന് ഇതൊക്കെ ആദ്യമാണല്ലേ? എന്ത്? അത് സാറേ പ്രേമം, അല്ലാതെന്താ? അയ്യോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ രണ്ടുപേരോട് ഞാൻ 1000 തവണ പറഞ്ഞു അവൾ എന്റെ ഗേൾഫ്രണ്ടേ അല്ലാന്ന്. ശരി സാർ, ഞങ്ങളും പറഞ്ഞല്ലോ സാർ ഞങ്ങൾക്കൊന്ന് കേൾക്കണ്ടെന്ന്. സാറിന് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, സാർ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾക്ക് കള്ളം പറയാൻ കഴിയില്ല. അതെ കിരൺ സാർ, ഇപ്പൊ ഞങ്ങൾക്കും അറിയാം സാർ സത്യം എന്താണെന്ന്. ഞങ്ങൾ കണ്ടതല്ലേ ആ വെളുത്ത പെണ്ണ് നിങ്ങളെ ജയിലിൽ കണ്ടപ്പോൾ എത്ര ടെൻഷൻ അടിച്ചെന്ന്. പിന്നെ വന്ന കുത്തുബിനാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ, അവളുടെ അനിയത്തി, അവളോട് സാറിന് എന്തുമാത്രം കെയർ ആയിരുന്നു. ഇവിടെ നിന്ന് പെക്കോ, വീട്ടിലേക്ക് പെക്കോ, ഇവിടത്തെ അവസ്ഥ ശരിയല്ല, ഇവിടെ ഗുണ്ടകളുണ്ട്. നിങ്ങൾ തന്നെ പറയൂ സാറേ, രണ്ടും ചേർന്നാൽ എങ്ങനെ 5 ആവാനാ? ഓ മൈ ഗോഡ്, നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്റെ തലക്കകത്ത് ഇത് അടിച്ചേപ്പിക്കുക. എപ്പോഴും അവളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് അവൾ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അവൾ എന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. നോക്ക്, നിങ്ങൾ പറഞ്ഞു സ്വപ്നം കാണാൻ തുടങ്ങി ഞാൻ. എവിടെയാ സാർ? ആ, ഇത് കൊള്ളാലോ. നീ ഇവിടെ തമാശ ചിരിയായിട്ടിരിക്കുകയാണല്ലേ. ഞാൻ അവിടെ നിന്നെ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ബ്രോ, ഇത് കാണുന്നതിനൊപ്പം തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ. സാറേ, ഇത് ശരിക്കും നേരിട്ട് വന്നതാ. വാട്ട്? പ്രീത, ഹൗ ആർ യു? നീ ഓക്കെ അല്ലേ പ്രീത? സീരിയസ്ലി എനിക്ക് വളരെ മോശമായി പോയി. മതി മതി, ഇത്ര ആക്ടിംഗ് ഒന്നും വേണ്ട. എനിക്ക് നിന്നെ ഓർത്ത് എത്ര മോശമായി തോന്നുന്നുണ്ടെന്നോ. ഞാനിത് ആലോചിച്ച് ടെൻഷനിലാണ് നിന്നെ എങ്ങനെ പുറത്തിറക്കാമെന്ന്. പക്ഷെ നീ അകത്ത് കോമഡി ക്ലാസ് എടുക്കുന്നു. നന്നായി. ഞാൻ നിനക്ക് വേണ്ടി ഒരു കൂട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയ ലഡുവാ. ഞാൻ കരുതി നീ ഇവിടെ വിഷമിച്ചിരിക്കുമായിരിക്കുമെന്ന്. അപ്പൊ വീട്ടിലുണ്ടാക്കിയ മധുരം കഴിച്ചാ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന്. പക്ഷെ എനിക്കെങ്ങനെ അറിയാമായിരുന്നു നീ ഓൾറെഡി. ശരി, കഴിക്കത്. എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്താ കഴിക്കാൻ പറ്റാത്തെ? ഞാനിത് എല്ലാം അവിടെ കണ്ണ് വെട്ടിച്ച് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ലഡുവാ. നിനക്ക് ഇഷ്ടമല്ലേ അമ്മ ഉണ്ടാക്കിയ ലഡു? കറക്റ്റ്. പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. യുനോ, ഞാൻ സാഡായിരിക്കുമ്പോഴല്ലേ കഴിക്കുന്നത്, എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ എനർജി സപ്ലൈ ആയിരിക്കാം. ഞാൻ ബൂസ്റ്റ് ആയി മോളെ. പിന്നെ പോലീസ് കാവലായിരിക്കുമ്പോ പുറത്തുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. നീ എന്റെ മുന്നിൽ ഡബിൾ റോൾ കളിക്കരുത്. ഞാൻ വന്നപ്പോ നീ ചിരിച്ചോണ്ടിരിക്കായിരുന്നു ഇവിടെ. എന്നെ കണ്ടപ്പോ സാഡായി. പിന്നെ വീണ്ടും എന്നെ കാണിക്കാൻ വേണ്ടി സാഡ് അല്ലെന്ന്. ഇത്രയും നാടകമൊന്നും വേണ്ട. എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന മതിയാക്കും. ഞാൻ ഓൾറെഡി ഭയങ്കര ടെൻഷനില്ല. ഇന്നിപ്പോ കഴിക്ക്. നിനക്ക് വളരെ വിഷമമായി അല്ലേ? എല്ലാവരും നിന്റെ മേലെ കുറ്റം ചുമത്തിയപ്പോ, അതായത് സംഭവിച്ചല്ല നീ കാരണമാണെന്ന് മട്ടില്. നീ കാരണം ഞാൻ ജയിലായെന്ന് അവര് പറഞ്ഞു. നീ അറിഞ്ഞായിരുന്നു? ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. യുനോ, ഞാൻ സാഡായത് ഞാൻ പറഞ്ഞു പിന്നെ ഷെല്ലിന് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. പക്ഷെ എനിക്കൊന്നും പ്രൂവ് ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല. ആ ഷെർലിൻ എന്ത് വിദ്യ കാട്ടിയെന്ന് എനിക്കറിയില്ല, എന്ത് തെളിവ് നിരത്തിയെന്നും അറിയില്ല. എന്നെ എല്ലാവർക്കും മുന്നിൽ കള്ളിയാക്കാനായി. പ്രീത, എനിക്കറിയാം ആ ഷേളിൽ നിന്നെ കള്ളിയാക്കി മാറ്റിയത് അവൾ സ്വയം അങ്ങനെ ആയതുകൊണ്ടാ. പക്ഷെ നീ പേടിക്കണ്ട, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് നീ കണ്ടോ, ആ വൃത്തികെട്ട ഷേളിൻ ആരുടെ മുന്നിലും വന്നു നിൽക്കാൻ കഴിയാത്ത വിധത്തിലാക്കി മാറ്റി ഞാൻ. ആരൊക്കെ നിന്നെ കള്ളിയാക്കി മാറ്റിയോ അവരൊക്കെ നിന്നോട് മാപ്പ് ചോദിക്കും. എല്ലാവരും.
ഐ എം സോറി കിരൺ. എന്തൊക്കെ സംഭവിച്ചു അതിനെല്ലാം കാരണം ഞാനാ. അന്ന് ഞാൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാ. നിന്റെ ഈ അവസ്ഥയ്ക്ക് എല്ലാ കാരണമാണ്. ഹേയ് ബേബി ഡോൾ, ഇനിങ്ങനെ കരയരുത്, ഓക്കെ? ഞാൻ ഈ അവസ്ഥയിലും ഭയങ്കര ഹാപ്പിയാ. എന്തെന്നറിയോ, നീ എനിക്കൊപ്പം ഉള്ളതുകൊണ്ട്. എനിക്ക് സങ്കടം വരാം. ഇതെല്ലാം വിട്ടെ. എനിക്ക് എനർജി ബൂസ്റ്റർ വേണം, കാരണം ഞാൻ സാഡ് ആയിരിക്കാം. സോ ക്യാൻ ഐ? ഞാൻ തരാം നിനക്ക്. ആരാ വന്നത് രോഹിതേട്ടാ? ഈ ഷാമ്പയിൻ ആർക്കാണ്? ഓ വാവ്, നിങ്ങൾ ഷാമ്പയിൻ ഓർഡർ ചെയ്തിരുന്നോ? ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ വന്നത് സെലിബ്രേറ്റ് ചെയ്യാനാണോ? കിരണിനെ ജയിലിൽ നിന്ന് വിട്ടോ ആണോ ആന്റി? ഞാൻ റിലാക്സ്, ഇത് തന്റെ വീട്ടിൽ നിന്ന് ഓർഡറാണ്. ദാറ്റ്സ് നോട്ട് പോസിബിൾ. പോസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ പുറത്ത് ഡെലിവറി പോയി നിൽപ്പുണ്ട്. ഇതെന്റെ അഡ്രസ്സാണ്. പക്ഷേ ഞാൻ ഈ ഷാമ്പയിൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ചിലപ്പോ ഓർഡർ കൊടുത്ത ആൾ തെറ്റായ അഡ്രസ് വല്ലതും കൊടുത്തതാവും. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. ചേട്ടാ, ഇത് ഞങ്ങളുടെ ഓർഡർ അല്ല. പിന്നെ നെക്സ്റ്റ് ടൈം അഡ്രസ് ചെക്ക് ചെയ്തിട്ട് വരണം. മാം, ഈ ഓർഡർ നിങ്ങൾക്കുള്ളതാ. നോ. അത് ആക്ച്വലി അത് മറ്റാരുടെയോ ഓർഡറാണ്. അത് അഡ്രസ്സ് മാറി കൊണ്ടുവന്നത്. രാധിക ആന്റി, ഇന്ന് നിങ്ങൾ രണ്ടാളും ഇവിടെ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ആന്റി എന്നെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ ഓക്കെയാണ്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം. നമുക്കിറങ്ങാം അമ്മേ. പോകാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മോളെ. ശരി.